എല്ലാവർക്കും നമസ്കാരം. ബെറ്റ ബ്രീഡിങ്ങിൻ്റെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബെറ്റ ബ്രീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. ബെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരിക്കും, ഫൈറ്റർ ഫിഷ് എന്നും കൂടി ഒരു പേരുണ്ട് ഇതിന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര ഫൈറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടിട്ടാണ് ഫൈറ്റർ ഫിഷ് എന്നും കൂടിയുള്ള ഒരു പേരുള്ളത്. ഇതൊരു ബ്രീഡിംഗ് കേജാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സെൻട്രലായിട്ടൊരു സെപ്പറേഷനുണ്ട്. ഇവർ തമ്മിൽ ആദ്യം ഒന്ന് കണ്ട് ഇണങ്ങി നല്ലപോലെ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ഇവർ ഒരുമിച്ചിടാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഇവർ തമ്മിൽ കടിപിടി കൂടി ഒന്നൊന്നിനെ കൊല്ലുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇന്ന് 3-ാം ദിവസമായപ്പോൾ തന്നെ ഇവർ ഏകദേശം ഇണങ്ങിത്തുടങ്ങി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കുമിളകൾ ഇട്ട് കൂട്ടിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇണചേരുന്ന സമയത്ത് പെണ്ണ് മുട്ടയിടും. പെണ്ണ് മുട്ടയിട്ട് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ജോലി അവിടെ കഴിഞ്ഞു. പിന്നെ ആണാണ് ആ മുട്ടകളെല്ലാം എടുത്തുകൊണ്ട് ഈ കുമിളകൾക്ക് ഉള്ളിൽ വെച്ച് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആണിങ്ങനെ കുമിളകൾ കൂട്ടുന്നത്. അപ്പോൾ ഏകദേശം ഇണങ്ങിത്തുടങ്ങി എന്നുള്ളതിനൊരു ഇതായിട്ടാണ് ആ കുമിളകൾ ആണിട്ട് അത്രയും കൂട്ടിയിരിക്കുന്നത്. എന്നാലും ശരിക്കും ഒരു 5 to 7 days കഴിയാതെ ഇവരെ ഒന്നിച്ചിടാൻ കഴിയില്ല. അങ്ങനെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കടിപിടി കൂടും. അപ്പോൾ ഇതൊരു അതിന് സ്പെഷ്യലായിട്ടുള്ളൊരു ഈ ഫൈറ്റർ ഫിഷിന് ബ്രീഡിങ് ചെയ്യിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു കേജാണിത്. ഇതിൻ്റെ സെൻറ്ററിലൊരു പാർട്ടീഷനുണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയും വിധമുള്ള ഒരു പാർട്ടീഷനാണ്. അപ്പോൾ ഇത് ബ്രീഡായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് നമുക്ക് ആ പാർട്ടീഷൻ ഫിക്സ് ചെയ്യാം, പെണ്ണിനെ സെപ്പറേറ്റ് ആക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പെണ്ണിട്ട മുട്ടകളെല്ലാം പെണ്ണ് തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്രീഡിങ് കേജ് വാങ്ങി അതിനകത്ത് ബ്രീഡ് ചെയ്യിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ബെറ്റ ഫിഷിൻ്റെ ബ്രീഡിങ്ങും എല്ലാം. എങ്കിലും എൻ്റെ ജോലി തിരക്കുകളും അതിൻ്റെ ടെൻഷനുകളും അതിൽ നിന്നൊരു റിലീഫിനും എല്ലാം കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വരും ദിവസങ്ങളിൽ തുടർന്നുള്ള ബാക്കി വീഡിയോകളും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഏവർക്കും ഐ ആം കാതലൻ വ്ളോഗ്സിൻ്റെ ബെറ്റ ബ്രീഡിംഗ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതവും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. കാണാത്തവർ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള 2 വീഡിയോകൾ കൂടി കാണുക. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും മടിക്കരുത്. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളായിരിക്കും എന്നെ കുറച്ചും കൂടി ബെറ്ററാക്കി ചെയ്യാൻ പ്രചോദനമാവുക. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.